ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈഡൻ ടിവിയുടെ ടു റീച്ച് ദി അൺറീച്ച് എന്ന സാബത്ത് സ്കൂൾ പാഠ പഠനത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. കർത്താവായ യേശു ക്രിസ്തു നമ്മോടുകൂടെ ഉണ്ടാകുമാറാകട്ടെ. നാം 11ാമത്തെ പാഠമാണ് പഠിക്കുന്നത്. ഏകദേശം ഈ ക്വാർട്ടറിന്റെ അവസാനത്തോടടുത്തിരിക്കുകയാണ്. 11ാമത്തെ പാഠം ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതം. അടിവര ഇടേണ്ട ഒരു വാക്കാണ് ഒപ്പം എന്നുള്ളത്. ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതം. നാം കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചു ക്രിസ്തുവിൽ എങ്ങനെയാണ് പൂർണ്ണരാകുക എന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വളരെ ഭംഗിയായ ഒരു ലെസൺ നമ്മൾ പഠിക്കുകയുണ്ടായി. ഇപ്പോ ഈ ആഴ്ചയിൽ നാം പഠിക്കുകയാണ് ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളധികം വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഞങ്ങളെ മുഴുവനുമായും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അങ്ങയുടെ തിരുവചനങ്ങളെ ധ്യാനിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പഠിക്കുമ്പോഴും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണം. ഏതാത്മാവിനാലാണോ ഇവയൊക്കെയും എഴുതിയിരിക്കുന്നത് അതേ ആത്മാവിനാൽ ഞങ്ങളെയും വഴി നടത്തണമേ എന്ന് ഞങ്ങൾക്കായി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം. സ്വർഗത്തിലിരിക്കുന്ന പരലോക ദൈവമേ, ആമേൻ. ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതം അല്ലെ. നമ്മൾ പലരും വിവാഹിതരാണ് അല്ലെ. നമ്മൾ അറിയാത്ത, നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ദേശത്ത് നമുക്ക് അറിയാത്ത ഒരു അപരിചിതനോടൊപ്പം ജീവിക്കുന്ന ചില ജീവിതങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം. സോ ടെൽ മീ യുവർ ഫ്രണ്ട്, ഐ വിൽ ടെൽ യുവർ ക്യാരക്ടർ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്തിനോട് കൂടെയാണോ നാം നടക്കുന്നത് അതുമായിട്ട് നമുക്ക് വളരെയധികം ഒരു ബന്ധം നമുക്ക് ഉണ്ടാകും അല്ലെ. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കുന്ന ആ കല്ലിനും അതിൻ്റെതായ സൗരഭ്യം ഉണ്ടാകും. നാം ക്രിസ്തുവിനോടൊപ്പമാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, ചിന്തകൾ എല്ലാം ക്രിസ്തുവിനെ പോലെ ആയിരിക്കും എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും പലരോടും ചോദിക്കാറുണ്ട്, നിങ്ങളുടെ പ്രായം എത്ര? ഹൗ ഓൾഡ് ആർ യു? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും? ഞാൻ പറയും എനിക്ക് 26 വയസ്സായി എന്ന്. ചിലപ്പോൾ ചിരിക്കാമേ, 26 വയസ്സേ ആയുള്ളൂ, പക്ഷെ ഞാൻ ക്രിസ്തുവിൽ ജനിച്ചിട്ട് എനിക്ക് 26 വയസ്സ് തികഞ്ഞു എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. ഞാൻ ക്രിസ്തുവിൽ ജനിച്ചാൽ മാത്രം മതിയോ? ജനിച്ചാൽ മാത്രം മതിയാകില്ല. നാം എന്ത് ചെയ്യണം? നാം വളരണം. ക്രിസ്തു എന്ന തലയോളം നമ്മൾ എന്ത് ചെയ്യണം? വളരണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ആ വളർച്ച മുരടിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ മനപ്പാഠ വാക്യം ഇങ്ങനെ പറയുന്നു, കൊലോസ്യർ 3:14. ഈ ആഴ്ചയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ കൊലോസ്യർ 3-ാമത്തെ അധ്യായം മനസ്സിരുത്തി സമർപ്പണ ബോധത്തോടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു വായിക്കണം എന്നുള്ള എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥനയാണ്. കാരണം നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു സംഭവം അല്ലെങ്കിൽ ദൈവത്തിന് നമ്മളോട് പറയാനുള്ള ഒരു സന്ദേശം അതിനകത്തുണ്ട്. എല്ലാ സഭകൾക്കും നമുക്ക് ആവശ്യമായ ഒരു സന്ദേശം അതിനകത്തുണ്ട്. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. കൊലോസ്യർ 3:14. എല്ലാറ്റിനും മീതെ. അപ്പൊ ഇംഗ്ലീഷിൽ പറയാണ് ആഡ് ടു ഓൾ ദീസ് ക്വാളിറ്റീസ്. അപ്പൊ എന്താണ് ദീസ് ക്വാളിറ്റീസ്? അതറിയണമെങ്കിൽ നാം 3-ാമത്തെ അധ്യായം കുറച്ച് മുന്നിൽ വായിച്ചാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, നമ്മൾ മനപ്പാഠ വചനത്തിൽ വായിച്ചു. അതുപോലെ ഞാൻ നേരത്തെ ചോദിച്ച നമുക്ക് എത്ര പ്രായമായി എന്നതും ക്രിസ്തീയ വളർച്ചയും വളരെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, മർക്കോസിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഭൂമി സ്വയമായി മുമ്പേ എന്ത് ചെയ്യാണ്? ഞാറും. ആദ്യം എന്ത് നടണം? അല്ലെ, വിത്തിടും, വിത്ത് മുളയ്ക്കും, ഞാറാവും, ഞാറ് നടണം. പിന്നെ ആ ഞാറ് എന്ത് ചെയ്യും? ഞാറ് വളർന്ന് അതിലെന്ത് ചെയ്യും? നല്ല കൊലയായിട്ട് ഇങ്ങനെ ബൗ ചെയ്ത് അല്ലെ, ദൈവത്തെ വണങ്ങിക്കൊണ്ട് കതിരുകൾ പുറപ്പെടും. അങ്ങനെയുള്ളൊരു ക്രിസ്തീയ ജീവിതമാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതാണ് ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതം എന്ന് പറയുന്നത്. ആദ്യം ഞാറ്, പിന്നെ എന്ത് ചെയ്യും? കതിര്. അതിനൊരു വളർച്ചയുണ്ട് അല്ലെ, ഒരു സ്റ്റേജ് ഉണ്ട്. നമുക്കറിയാം, ഒരു ചെടി വളർത്തിയിട്ടുള്ള എല്ലാവർക്കും അറിയാം അത് നമ്മൾ എത്ര ക്ഷമയോടെയാണ് കാത്തിരിക്കുന്നത്. എന്തിനായിട്ടാണ് കാത്തിരിക്കുന്നത്? ഫലം കാണാനായിട്ട്. അതുപോലെ ക്രിസ്തു നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഫലം കാണാനായിട്ട്. നമ്മൾ വളർന്നില്ലെങ്കിലോ, നമ്മുടെ വളർച്ച മുരടിച്ചാലോ, ബുദ്ധി വികാസമില്ലാത്ത കുഞ്ഞുങ്ങളെ പോലെ ആയിരിക്കും അല്ലെ. നമ്മളെ അവസാനം ഓട്ടിസം സ്കൂളിലോ അല്ലെങ്കിൽ സ്പെഷ്യലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഇടയിലൊക്കെ നമ്മൾ പോയിരുന്നു പഠിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ഓർക്കുക. ക്രിസ്തീയ വളർച്ചയിലും നമുക്ക്
മുരടിച്ച് നമ്മൾ എന്താണ് വളരാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകരുത് എന്നാണ് ഈ പാഠം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഉയരത്തിലുള്ളത് അല്ലെ 3:1 നമുക്ക് വായിക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ച് അവിടെ പറയണം, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പൻ. ഉയരത്തിലുള്ളതാണ് നമ്മൾ അന്വേഷിക്കണം. നമ്മൾ ഉയരത്തിലോട്ട് നോക്കി നടക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? ഈ ഭൂമിയിലുള്ളത് കാണാനായിട്ട് സാധിക്കില്ല. ഒരു വ്യക്തി ഒരു സഭയിൽ സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തി കുറച്ച് നാളായിട്ട് ആ സഭയിൽ വരാതായപ്പോൾ പാസ്റ്റർ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ സഭയിൽ വരാതെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ഇങ്ങനെയാണ് പ്രശ്നം, ഇവര് പ്രശ്നമാണ്, അവര് പ്രശ്നമാണ്, ഞാൻ വന്നാൽ ഇദ്ദേഹം എന്നെ ചിരിച്ചില്ല, കൈ തന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ കാണിക്കുക, ഇങ്ങനെ പല കാര്യങ്ങൾ അദ്ദേഹം പറയുണ്ടായി. അപ്പൊ ഈ പാസ്റ്റർ പറഞ്ഞ ഒരേ ഒരു പൊംവഴി എന്താണെന്നറിയോ? ശരി, നിങ്ങൾ ഇനി എന്ത് ചെയ്യാ, ഒരു കപ്പ് വെള്ളം നിറച്ച് ഫുൾ ബ്രഹ്മ വരയ്ക്കും നിറച്ചിട്ട് വെള്ളം കൈ കൊടുത്തിട്ട് പറഞ്ഞു, എന്ത് ചെയ്യാ, നിങ്ങൾ ഈ പള്ളിക്ക് ചുറ്റിനും നടക്കാൻ പറഞ്ഞു. ഇതേ സിമിലർ ഒരു സ്റ്റോറി ഉണ്ട്. കൈക്കുമ്പിളിലാണ് വെള്ളം എടുത്തിട്ട് നടക്കാൻ പറഞ്ഞ ഒരു നദി കടക്കാനും പറയുന്നുണ്ട്, ഒരു ഗുരു പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ സിമിലർ ഒരു എക്സ്പീരിയൻസിൽ പറയുന്നത്. എന്താണ്, കൈക്കുമ്പിളിലാണോ അല്ലെങ്കിൽ കപ്പിലാണോ വെള്ളം കൊണ്ട് എന്ത് ചെയ്യണം, ആ പള്ളിക്ക് ചുറ്റിനും നടക്കാൻ പറഞ്ഞു. പക്ഷെ തിരിച്ചു വരുമ്പോൾ ഒരു തുള്ളി പോലും നഷ്ടമാകാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? വളരെ ശ്രദ്ധയോടെ അദ്ദേഹം എന്ത് ചെയ്തു? ആ വെള്ളം ഇങ്ങനെ ചുറ്റിനും നടന്നു വന്നു. അപ്പോ എന്ത് ചെയ്തില്ല? ഒരു തുള്ളി പോലും നഷ്ടമായില്ല. അപ്പൊ പാസ്റ്റർ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഒരു തുള്ളി പോലും നഷ്ടമാകാത്തത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ മറ്റൊന്നിലും ശ്രദ്ധിച്ചില്ല, ഞാൻ ഈ വെള്ളത്തിൽ മാത്രം എന്റെ ശ്രദ്ധ വെച്ച് ഞാൻ നടന്നപ്പോ അതിൽ നിന്നും ഒരു തുള്ളി പോലും നഷ്ടമായില്ല. അത് തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ നമ്മുടെ അടുത്തിരിക്കുന്ന വിശ്വാസി, അവര് ആ വിശ്വാസി ഈ വിശ്വാസി, ഇതല്ല നമ്മൾ നോക്കേണ്ടത് ക്രിസ്തുവിനെ മാത്രം. ക്രിസ്തുവിനെ മാത്രം നമ്മൾ നോക്കി സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നങ്ങളായിട്ട് നമുക്ക് തോന്നത്തില്ല എന്നാണ്. സോ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവാനാണ് പൗലോസ് കൊലോസ്യരുടെ സഭയ്ക്ക് ഇവിടെ എഴുതുന്നത്. സ്വർഗത്തിൽ നിന്ന് ജനിച്ചതും ക്രിസ്തുവിനൊപ്പം ഉയർത്തെഴുന്നേറ്റവർക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നിരവധി പ്രായോഗികവും യാഥാർത്ഥവുമായ തത്വങ്ങളിലേക്ക് പൗലോസ് നമ്മുടെ ശ്രദ്ധയെ അവിടെ ആകർഷിക്കുകയാണ് എന്ന് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ നാം ക്രിസ്തുവിനോടൊപ്പം ജനിച്ചാൽ മാത്രം പോരാ, ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുക, ക്രിസ്തുവിനോടൊപ്പം മരിക്കണം. മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു രണ്ടാം വരവിൽ മഹത്വീകരണത്തിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ 3 സ്റ്റേജുകളാണത് അല്ലെ. ഒരുവൻ ക്രിസ്തുവിൽ സ്നാനമേറ്റ് സഭയോട് ചേരുമ്പോൾ അവിടെ നടക്കുന്നതായത് പ്രവൃത്തി എന്ന് പറയുന്നത് ദ ഫസ്റ്റ് സ്റ്റേജ് ആണ്, ക്രിസ്തുവിൽ ജനിക്കുക എന്നുള്ളത്. അതായത് ഒരു ക്രിസ്തുവിലായ ഒരു വ്യക്തിക്ക് ആദ്യം നടക്കുന്ന സ്റ്റേജ്. രണ്ടാമത് അദ്ദേഹം എന്ത് ചെയ്യും? നീതീകരണത്തിലേക്ക് കിടക്കും. അവസാനം വരുന്നതാണ് മഹത്വീകരണം. സോ ഈ 3 സ്റ്റേജിലൂടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് ക്രിസ്തുവിനോടൊപ്പം നടക്കാം. ഈ ആഴ്ചയിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഈ കൊലോസ്യരുടെ പുസ്തകം 3-ാമത്തെ അധ്യായം വളരെ ഭംഗിയായിട്ട് നമുക്ക് വരച്ച് കാണിക്കുകയാണ്. മത്തായി 5:44-45 കൂടെ നമുക്ക് വായിക്കാം. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. എന്തിനു വേണ്ടിയാണ്? സ്വർഗീയ പൈതലാണ് അല്ലെങ്കിൽ ചിൽഡ്രൻ ഓഫ് ദ ഹെവൻലി കിങ്ഡം ആയി നമ്മൾ തീരണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ ചെയ്യാൻ അതികഠിനമായ ഒരു കാര്യമാണ്. എന്താണ്? എന്തും നമ്മൾ ചെയ്യും അല്ലെ. നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യും, നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യും. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. എന്താണ്? ശത്രുവിനെ സ്നേഹിക്കുക. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. നമ്മൾ ഉപദ്രവിച്ചില്ലെങ്കിൽ പോലും അവരെ ദ്രോഹിക്കുന്ന സ്വഭാവമാണ് നമ്മുടെ ഇടയിൽ കാണുന്നത്. സോ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യൻ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. അല്ലെ, എന്തൊരു ഇംപാർഷ്യലാണ് ദൈവം. ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ സൂര്യനെ ഉദിപ്പിക്കുന്നത്, ഈ ചന്ദ്രൻ വരുന്നത്, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ മഴയും വെയിലും ഒക്കെ ഉണ്ടാകുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ദൈവമക്കൾക്ക് വേണ്ടി മാത്രമല്ല, പക്ഷെയോ എല്ലാവർക്കും വേണ്ടിയാണ് അല്ലെ. അപ്പൊ അത്രയും നിസ്തുല്യമായ ആ സ്നേഹം, അതാണ് നമ്മൾ മനപ്പാഠവാക്യത്തിൽ വായിച്ചത്, സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. നമ്മുടെ സ്നേഹം സമ്പൂർണമല്ല, അതുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കാതെ പോകുന്നത്. ഇവിടെ സ്നേഹത്തിന്റെ ഒരു നിർവചനം എന്ന് പറയുന്നത് അന്യോന്യം ക്ഷമിക്കുക എന്നുള്ളതാണ്. അന്യോന്യം ക്ഷമിക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും നാം ക്രിസ്തുവിനുള്ളവരല്ല.
ക്ഷമിക്കാൻ സാധാരണ കഴിയുന്നതല്ല. മഹാന്മാർക്ക് മാത്രമേ ക്ഷമിക്കാൻ സാധിക്കുള്ളൂ. ഞാൻ ക്ഷമിച്ചാൽ ഞാൻ വലിയ ഒരു മഹാനായി തീർന്നു എന്ന് വേണം നാം കരുതാൻ. ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുന്നത് ഇപ്പോഴും എന്നേക്കും എത്ര വ്യത്യാസമാണ് എന്നിൽ ഉണ്ടാക്കുന്നത് എന്ന പാഠത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാണാവുന്നതാണ്. ഞായറാഴ്ചത്തെ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ സ്വർഗീയ മനസ്സ് നമുക്ക് കൊലോസിയർ 3:14 അല്ല 1 മുതൽ 4 വരെയാണ് വായിക്കേണ്ടത്. അത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അവിടെ. 3:1 മുതൽ 4 വരെ നമുക്ക് വായിക്കുമ്പോൾ, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, ക്രിസ്തുവിനോട് കൂടെയാണ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതെങ്കിൽ, വേറെ എന്തിലെങ്കിലും ഉയർത്തെഴുന്നേറ്റാലല്ല, ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. എന്താണ് പറഞ്ഞത്? തന്റെ സിംഹാസനം നമുക്ക് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു പോയെടുത്ത് നാമും പോകും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അപ്പൊ നാം എന്താണ് ഇപ്പോ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞു. നമ്മളില്ല, ഞാനില്ല. നമുക്ക് ഗലാത്യർ 2:20 പറയുന്നത് പോലെ ഞാൻ എന്താണ്? ക്രിസ്തുവിൽ മരിച്ചിരിക്കുകയാണ്. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. അതായത് ലാസർ എങ്ങനെയാണോ മരിച്ച് പിന്നെ എന്ത് ചെയ്യണം? ദൈവം ലാസറിനെ വിളിച്ചപ്പോൾ ലാസർ ഉയർത്തെഴുന്നേറ്റ് വന്നു അല്ലെ. പക്ഷെ ആ ഉയർത്തെഴുന്നേറ്റ് വന്ന ശേഷം പിന്നെ ലാസർ ശവമാണോ? ലാസർ മരിച്ചു, ശവമായി. പക്ഷെ പിന്നീട് ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോ പിന്നെ ലാസർ ആ പഴയ ശവം അല്ല. പലപ്പോഴും നമ്മിൽ തന്നെ വീണ്ടും ജീവിക്കുകയാണ് എങ്കിൽ നമ്മുടെ ശവം വീണ്ടും ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് വരുന്നു. ശവത്തിൻ്റെതായ സ്വഭാവങ്ങൾ, ശവത്തിൻ്റെതായ അല്ലെങ്കിൽ പിശാചിൻ്റെതായ സ്വഭാവങ്ങൾ നമ്മൾ വീണ്ടും കാണപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നാം ക്രിസ്തുവിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റവർ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിൽ നമ്മൾ എന്താണോ ഫീഡ് ചെയ്യുന്നത് അതാണ് പുറത്തേക്ക് വരുന്നത്. അതായത് നമ്മൾ എന്തുകൊണ്ടാണോ നമ്മളെ പരിപോഷിപ്പിക്കുന്നത് അതിന് സമമായ വിളവുകളാണ് ഉണ്ടാകുന്നത്. നമ്മൾ തക്കാളിയുടെ വിത്തുകൾ വിതച്ചാൽ തീർച്ചയായിട്ടും തക്കാളിയുടെ ചെടിയേ ഉണ്ടാകത്തുള്ളൂ. ആ തക്കാളിയുടെ ചെടിയിൽ തക്കാളി മാത്രമേ വരത്തുള്ളൂ. തക്കാളി ചെടി നമ്മൾ വിതച്ചിട്ട് കത്തിരിക്ക അന്വേഷിച്ച് ചെന്നാൽ വളരെ തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ നമ്മുടെ ബ്രെയിനിൽ എന്താണോ നമ്മൾ പരിപോഷിക്കുന്നത്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ എന്തുകൊണ്ടാണോ നമ്മളെ പരിപോഷിപ്പിക്കുന്നത്, നമ്മുടെ ചിന്തകൾ ഉയരത്തിൽ നോക്കിയിട്ടാണോ അല്ലെ? നമ്മൾ ഈ ഓടുന്ന ഓട്ടക്കളത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിപ്പോയാൽ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കില്ല. മുമ്പിലേക്ക് വെച്ചിരിക്കുന്ന ലാക്കിലേക്ക് ഞാൻ ശ്രദ്ധയോടെ അല്ലെ സ്ഥിരോത്സാഹത്തോടെ ഓടിയാൽ മാത്രമേ എനിക്ക് കിരീടം പ്രാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മറന്നു പോകരുത്. അതാണ് ഇവിടെ പറയുന്നത്. 3 പറയണം, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ എന്നിൽ ജീവിക്കുന്നത് ഞാനല്ല, പക്ഷേ ക്രിസ്തുവാണ്. ഇവിടെ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് നിങ്ങൾക്ക് ചുറ്റുമുള്ള ഉയരത്തിലേക്ക് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കരുത് മലയുടെ മുകളിൽ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവം കേൾക്കുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കരുത്. നമുക്ക് സങ്കീർത്തനങ്ങൾ 121 1 2 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ പറയാല്ലേ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? ശരിക്കും അതിന്റെ യഥാർത്ഥ മൂല ബൈബിളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ പറയുന്നത് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നുവോ എന്നാണ് അവിടെ പറയുന്നത്. അതായത് ഞാൻ ശരിക്കും എൻ്റെ സഹായത്തിന് വേണ്ടിയിട്ട് വല്ല മലകളുടെ മുകളിലേക്കാണോ ഞാൻ നോക്കി പ്രാർത്ഥിക്കുന്നത്? കാരണം നമുക്കറിയാം ഈ മലകളുടെ മുകളിൽ എന്താണ് ഇരിക്കുന്നത് എന്ന് നമുക്കറിയാം അല്ലെ. വിഗ്രഹാരാധനയുടെ കൊടുമുടികളാണ് നാം കാണുന്ന ഈ സമുച്ചയങ്ങളൊക്കെ. ആ മലമുകളല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു പർവ്വതത്തിന്റെ മുകളിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചല്ല ഇവിടെ പരാമർശിക്കുന്നത്. പക്ഷെയോ ക്രിസ്തുവിനോട് കൂടെ മരിക്കുകയും അവനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത, അതായത് സ്നാനത്തിൽ ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ് കൃപയുടെ അത്ഭുതത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? മാത്രം സഞ്ചരിക്കുമ്പോൾ ഉയരത്തിലുള്ളത് മാത്രം ചിന്തിച്ച് ജീവിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അല്ലെങ്കിൽ ക്രിസ്തുവിൽ സ്നാനം ഏൽക്കുമ്പോൾ അവിടെ നടക്കുന്നതാണ് ഒരു വിശുദ്ധീകരണം.
നമ്മുടെ പഴയ പാപങ്ങളൊക്കെ അവിടെ ക്ഷമിച്ചിട്ട് ഒരു പുതിയ മനുഷ്യനായിട്ട് നമ്മൾ അവിടെ ജനിക്കണം. ഒരു കുഞ്ഞായിട്ട് നമ്മൾ അവിടെ ജനിക്കുകയാണ്. അന്ന് ജനിച്ച ഒരു കുഞ്ഞിനെ പോലെ പാപം അറിയാത്തൊരു കുഞ്ഞായിട്ട് നമ്മൾ സ്നാനത്തോടൊപ്പം ജനിക്കുകയാണ്. പിന്നീട് നടക്കുന്ന എന്താണ്? നീതീകരണം. നമ്മൾ പിന്നീട് ഇങ്ങനെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ പാപം ചെയ്യാതെ നമ്മൾ എന്താണ് ക്രിസ്തുവിലൂടെ സഞ്ചരിച്ച് അവസാനം എന്താണ് മഹത്വീകരണത്തിലേക്ക് ദൈവത്തിന്റെ രണ്ടാം വരവില് നമ്മളെ ആ മഹത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? അനുദിനവും ഉയരത്തിലുള്ളത് മാത്രം ചിന്തിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ നയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതാണ് ഇവിടെ പറയുന്നത് ഉയരത്തിലുള്ളവ. അതായത് 3:1 പറയുകയാണ് ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. അല്ലാതെ മലമുകളിൽ ചെന്നിരുന്ന് ദൈവത്തെ അന്വേഷിച്ചാൽ മാത്രമേ ദൈവത്തെ അന്വേഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതിനെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം ജാതികൾ അങ്ങനെയാണ് പലപ്പോഴും ചെയ്യുന്നത്. വലിയ വലിയ ഉയരങ്ങളിലാണ്, നമുക്കറിയാം, പടികളൊക്കെ കയറി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ അവിടെ ചെല്ലുന്നതും അവിടെ ചെന്ന് എന്താണ് നമുക്ക് അനുഗ്രഹം കിട്ടുമെന്ന് വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നത് പുറജാതികളുടെ ഒരു രീതിയാണ്. പക്ഷെ അങ്ങനെയുള്ള രീതി നമ്മൾ അനുവർത്തിക്കാനായിട്ട് പാടുള്ളതല്ല. സോ വിശുദ്ധീകരണത്തെ വെല്ലുവിളിക്കുന്ന പലതും ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടെന്ന് സമ്മതിക്കുന്നു. ഒരു വ്യക്തിക്ക് എങ്ങനെ യഥാർത്ഥത്തിൽ മരിക്കുവാനും ഉയർത്തെഴുന്നേൽക്കുവാനും സാധിക്കും? എല്ലാ വിധത്തിലും അവൻ അല്ലെങ്കിൽ അവൾ ഒരേ വ്യക്തിയായിരിക്കുകയും അത്തരമൊരു ജീവിത മരണ അനുഭവം ഇല്ലാത്തവനായിരിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സ്വാധീനം ഇല്ലാതെ സ്വാഭാവിക മനസ്സിന് അർത്ഥമില്ലാത്ത പലതും ഇവിടെ ഉണ്ട്. എന്നാൽ ആത്മീയ മനസ്സുള്ളവർക്ക് ദൈവം വാഗ്ദാനം ചെയ്ത പുതിയ ഹൃദയത്തിന്റെ പരിച്ഛേദന സ്വീകരിച്ചവർക്ക് മാത്രമേ ക്രിസ്തുവിനോടൊപ്പം നടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഹൃദയ പരിച്ഛേദന ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ക്രിസ്തുവിൽ മരിച്ചവരല്ല, നമ്മൾ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടിട്ടില്ല. സോ പാപത്തിനുള്ള മരണവും ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കലും ശരിക്കും യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാലും 2 കൊരിന്ത്യർ 4:16 ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. അപ്പൊ പുറമേ നമ്മൾ മരിച്ചിരുന്ന മാത്രം പോരാ, നമ്മുടെ ഉള്ളിൽ നമ്മൾ പറയുമല്ലേ, എന്റെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്, ഞാൻ ചിലപ്പോ എന്താവും, ഞാൻ അല്ലാതായി മാറുന്ന ഒരു അവസ്ഥ. അതെന്തുകൊണ്ടാണെന്നറിയാവോ? അപ്പോ അകത്തെന്താണ്, ആ മനുഷ്യൻ ഇങ്ങനെ ശവം ഇങ്ങനെ നാറി അകത്ത് കിടപ്പുണ്ട്. അത് പലപ്പോഴും ആ നാറ്റം ഇങ്ങനെ പുറത്തേക്ക് വമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം ക്രിസ്തുവിനോടൊപ്പം അടക്കപ്പെട്ടിട്ടില്ല. ഇടക്കിടക്ക് ഇത് ഇങ്ങനെ എണീറ്റ് വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ, അകമേ ഉള്ള ആ മനുഷ്യനെ നമ്മൾ എന്ത് ചെയ്യണം? അടക്കം ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മൾ തുടർന്ന് പഠിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഭൗമികമായിട്ടുള്ള നമ്മുടെ അവയവങ്ങളെ മരിപ്പിക്കുന്നതിന്റെ ആവശ്യകതയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. കൊലോസ്യർ 3:1 നമ്മൾ വായിച്ചതുപോലെ ഉയരത്തിലുള്ളത് അന്വേഷിക്കുക. കൊലോസ്യർ 3:3 അവിടെ പറയാണ് ക്രിസ്തുവിനൊപ്പം ദൈവത്തിൽ നമ്മുടെ ജീവൻ എന്താണ്? മറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ ആ ജീവിതത്തിന്റെ ബാഹ്യ പ്രകടനം മറഞ്ഞിരിക്കുന്നതല്ലാതെ മറ്റൊന്നുമല്ല. പക്ഷെ അങ്ങനെ മറഞ്ഞിരിക്കുകയാണെങ്കിൽ അപ്പോഴപ്പോഴും നമ്മളെ പഴയ മനുഷ്യൻ എന്താണ്? പുറത്തേക്ക് വരാൻ പാടുള്ളതല്ല. ഇവിടെ അവസാനമായിട്ടൊരു ചോദ്യം പറഞ്ഞു, നിങ്ങളുടെ ചിന്തകൾ എവിടെയാണ്? സാധാരണയായി മുകളിലോ സാധാരണയായി താഴെയോ? രണ്ടാമത്തേതാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അവയുടെ ദിശ മാറ്റുന്നത്? 4 തരത്തിലുള്ള ക്രിസ്ത്യാനികൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ചില ആൾക്കാർക്ക് എന്താണ്, ഭൂമിയിൽ എല്ലാം ഉണ്ട്, അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവും, പക്ഷെ എന്താണ്, സ്വർഗത്തിൽ ഇല്ല. ചിലർക്ക് സ്വർഗത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും കാണും, ഭൂമിയിൽ ഒന്നും കാണില്ല. ചിലർക്ക് സ്വർഗത്തിലും ഭൂമിയിലും എല്ലാ സൗഭാഗ്യവും ഉണ്ടാവും, ചിലർക്ക് സ്വർഗത്തിലും ഇല്ല ഭൂമിയിലും ഇല്ല. നമ്മൾ ഏത് കൂട്ടത്തിൽ പെടും? തിങ്കളാഴ്ച ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ഭൗമികത്വം അവസാനിപ്പിക്കുക. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ടല്ലേ, ആണവായുധങ്ങൾ അവസാനിപ്പിക്കുക, യുദ്ധം അവസാനിപ്പിക്കുക, വനനശീകരണം അവസാനിപ്പിക്കുക. അപ്പൊ ഇതൊക്കെ നമ്മൾ മുദ്രാവാക്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മുദ്രാവാക്യമാണ്, ഭൗമികത്വം അവസാനിപ്പിക്കുക. എന്താണ് ഭൗമികത്വം അവസാനിപ്പിക്കുക? അല്ലെ, ലൗകികമായിട്ടുള്ള നമ്മുടെ ചിന്തകൾ, ലൗകികമായിട്ടുള്ള നമ്മുടെ സ്വഭാവങ്ങളൊക്കെ അവസാനിപ്പിക്കുക. നമ്മുടെ ഭൗമികമായിട്ട്, നമ്മുടെ ശാരീരികമായിട്ട് നമ്മളെ അവയവങ്ങളെ മരിപ്പിക്കേണ്ട ആവശ്യകതയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. കൊലോസ്യർ 3:5-6 നമുക്ക് വായിക്കുമ്പോൾ, ആകയാൽ, അതായത് അതിന് മുമ്പത്തെ വാക്യം നമ്മൾ വായിക്കണം, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഇതൊക്കെ ശരിയാണ്. നമ്മൾ ക്രിസ്തുവിനോടൊപ്പം മരിച്ചു ഉയർത്തെഴുന്നേറ്റ് അവനോടൊപ്പം ജീവിച്ച് തേജസ്സിൽ വെളിപ്പെടുന്നുള്ള എല്ലാം സത്യമാണ്. പക്ഷേ
ഈ വക കാര്യങ്ങൾ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ വച്ച് പുലർത്തിയാൽ തീർച്ചയായിട്ടും നമ്മൾ ക്രിസ്തുവിനോടൊപ്പം തേജസ്വീകരിക്കപ്പെടുകയില്ല. 5 പറയണം. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. നമ്മുടെ അവയവങ്ങളെ വെട്ടിക്കളയാനോ അല്ലെങ്കിൽ അതിനെ കൊന്നു കളയാനോ അല്ല ഇവിടെ പറയുന്നത്. നമ്മുടെ ഈ ഭൗമികമായിട്ടുള്ള നമ്മുടെ ചില ദുർസ്വഭാവങ്ങളെ ക്രിസ്തുവിൽ മരിപ്പിക്കാൻ. നമ്മൾ നേരത്തെ വായിച്ചു, നമ്മുടെ ജീവൻ എവിടെയാണ് മറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിലാണ് നമ്മൾ മറഞ്ഞിരിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഈ വക ദുർസ്വഭാവങ്ങൾ എന്ത് ചെയ്യണം? മരിപ്പിപ്പിൻ. അതെല്ലാം ചാകണം. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. എന്തിനാണ് ഇത് മരിപ്പിക്കാൻ പറയുന്നത്? തേജസ്വീകരണത്തിന് പകരം നമുക്ക് അവസാനം ലഭിക്കാനായിട്ട് പോകുന്നത് നിത്യ മരണമാണ് എന്നുള്ളത് നമ്മൾ മറക്കാനായിട്ട് പാടില്ല. ദൈവ കോപത്തിന് നമ്മൾ എന്ത് ചെയ്യും? ഭാഗവാക്കുകളാകാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം വെളിപ്പാട് 6, നമ്മൾ വെളിപ്പാടിന്റെ 6 പരിശോധിക്കുമ്പോ അവിടെ പറയുന്നുണ്ടല്ലേ, രാജാക്കന്മാരും ഈ വാഴുന്നവരൊക്കെ ഇവിടെ പറയുന്നുണ്ട്. 6ന്റെ 16ഉം 17ഉം നമുക്ക് വായിക്കുമ്പോ ഇവിടെ ഞങ്ങളുടെ മേൽ വീഴുവിൻ. അവിടെ പറയാണ് 15 വായിക്കും. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും എന്താണ് പറയാൻ പോകുന്നത്? ഞങ്ങളുടെ മേൽ വീഴുവിൻ. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണം കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പിൻ. അവരുടെ മഹാകോപ ദിവസം വന്നു ആർക്കും നിൽപ്പാൻ കഴിയും എന്ന് ഇവിടെ പറയുന്നു. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? നാം ഇപ്പൊ വച്ച് പുലർത്തുന്നതായ ഭൗമികമായ നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ മോഹങ്ങളും നമ്മുടെ സ്വഭാവങ്ങളും ദുർനടപ്പുകളും ക്ഷമിക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയും മറ്റുള്ളവരെ കുറിച്ച് ദുഷിപ്പിച്ച് പറയുന്നതൊക്കെ നമ്മൾ കൊലോസ്യരുടെ പുസ്തകം നമ്മൾ 3-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് ആ സ്വഭാവങ്ങളെ കുറിച്ച് എന്താണ് നമ്മൾ മരിപ്പിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. നമുക്ക് വായിക്കാം. അവയിൽ ജീവിച്ചിരിക്കുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോകുന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾക്കറിയാത്തൊരു കാര്യം നിങ്ങൾ പറയരുത്. ദൈവദൂഷണമാണ് നമ്മൾ പലപ്പോഴും നമ്മൾ അറിഞ്ഞുകൊണ്ട് പറയുകയാണ്. എന്നിട്ട് നമ്മൾ പറയാ, ഈ ക്രിസ്തുവിനെ ക്രൂശിച്ചപ്പോൾ ഇത് തന്നെ അല്ലേ പറഞ്ഞത്? അവിടെയും ഇത് തന്നെ അല്ലേ അവിടെ ഉയർന്നു കേട്ടത്? ഈ പാപം എന്താണ്? ഞങ്ങളുടെ മേലും അവരുടെ മേലും മാത്രം വന്നാൽ പോരാ, അവരുടെ തലമുറകളുടെ മേലും മക്കളുടെ മേലും വരട്ടെ എന്ന് അവര് തന്നെ ശാപം വാങ്ങിക്കൂട്ടിയതുപോലെ നാമും ദൈവത്തിന്റെ കോപം ഇരന്നു വാങ്ങാൻ ഇടയാകരുത് എന്നാണ് നമ്മളെ ഈ പാഠം പഠിപ്പിക്കുന്നത്. സോ നമ്മുടെ ഇടയിൽ ഈ വകയൊന്നും പേര് പോലും പറഞ്ഞ് കേൾക്കരുത്. പക്ഷെ നമ്മുടെ വളരെ വ്യസനത്തോടെ പറയേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സഭകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെ അല്ലേ? അന്യോന്യം ഭോഷ്ക് പറയരുത്. നമ്മുടെ ഭാഗം ജയിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? ഭോഷ്ക് പറയരുത്. നമ്മൾ എന്ത് ചെയ്യരുത്? അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. നിങ്ങളുടെ പഴയ മനുഷ്യൻ ചത്തു, അത് നമ്മൾ അറിയുന്നില്ല. നമ്മുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ അത് മറന്നു കളയുന്നു. എന്റെ പഴയ മനുഷ്യൻ ഇപ്പോഴും ഉരിഞ്ഞു കളയാതെ കൊണ്ട് നടക്കുകയാണ്. ആ ശവത്തിന്റെ ദുർനാറ്റം സഭയിലൊക്കെയും പരക്കുകയാണ്. നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഏത് ആത്മാവിനാലാണ് നയിക്കപ്പെടുന്നതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. പരിശുദ്ധാത്മാവ് പ്രേരിതമായി എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ. പൗലോസ് എന്താണ് സഭകളെ പഠിപ്പിച്ചത്, അതാണ് നമുക്കിവിടെ പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്. ഇത് നമ്മൾ മറന്നു പോകുന്നവരാകരുത്. അല്ലാത്ത പക്ഷം ദൈവകോപം നമ്മൾ വിളിച്ച് വരുത്തുന്നവരായി ഇവിടെ പറയുന്നത് പോലെ വെളിപ്പാട് പുസ്തകം 6ന്റെ 16ഉം 17ഉം പറയുന്ന പോലെ അവസാനം മലകളോടും കുന്നുകളോടും ഒക്കെ പോയി അപേക്ഷിക്കുകയാണ്. അയ്യോ, ഞങ്ങളുടെ മേൽ വീഴണം, ഞങ്ങൾക്ക് ഈ ദൈവത്തിന്റെ മുൻപിൽ നിൽക്കാൻ ഞങ്ങൾക്ക്
സാധിക്കുന്നില്ല എന്ന് പറയാൻ വണ്ണം നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ ജീവിതങ്ങൾ മാറരുത്. ക്രിസ്തുവിനോടൊപ്പം ജീവിക്കാനാണ് ദൈവം ഇവിടെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. സോ നമുക്ക് കൊലോസിയർ 3:5 ഇവിടെ പറയുന്നു, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. അതാണ് ഭൗമികത്വം അവസാനിപ്പിക്കുക എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് റോമർ 1:26 27 നമുക്ക് പരിശോധിക്കുമ്പോഴും അവിടെയും ഇത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ പറയാണ് നമ്മൾ എന്ത് ചെയ്യാണ്, അത് നമുക്ക് ഒരിക്കൽ ഒന്ന് വായിക്കാം. റോമർ 1:26 27. ഓക്കെ, 26 27 പറയണം. അതുകൊണ്ട് ദൈവം അവരെ അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീ ഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോടാണ് അവലക്ഷണമായത് പ്രവർത്തിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ തലച്ചോറിൽ എന്താണോ നമ്മൾ ഫീഡ് ചെയ്യുന്നത് അതാണ് നമ്മുടെ പുറത്ത്, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ സംസാരത്തിലൂടെ പുറത്തേക്ക് വരുന്നത്. ദൈവമക്കളായ നാം ഓരോരുത്തരും അനുദിനവും ക്രിസ്തുവിന്റെ ആ നിസ്തുല്യ സ്നേഹം വിളമ്പുന്ന നാം ഓരോരുത്തരും ക്രിസ്തുവിൽ വളർച്ച പ്രാപിച്ചവരായി ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആ വളർച്ചയ്ക്ക് ഏറ്റ ഫലങ്ങൾ കായ്പാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ആകയാൽ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുക. ദയവായി ക്രിസ്ത്യാനികൾ എന്ന് നമ്മൾ അഭിമാനിക്കുന്ന നാം ഓരോരുത്തരും, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ എല്ലാം മറ്റുള്ളവരൊക്കെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, സ്വർഗം നമ്മളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൂതന്മാര് നമ്മുടെ ഓരോ ചുവടുവെപ്പും അവർ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോ സ്വഭാവങ്ങളും കണ്ട് അവര് സ്വർഗം കരയുകയാണ്. അതേസമയം മാനസാന്തരപ്പെട്ട ഒരു പാപി ദൈവത്തോട് പാപക്ഷമ ചോദിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ നമ്മുടെ അവയവങ്ങളെ മരിപ്പിച്ചുകൊണ്ട് ക്രിസ്തു നമ്മളിൽ ജനിച്ച് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിന് ആ സമ്പൂർണ്ണ സ്നേഹത്തിൽ നമുക്ക് പരസ്പരം ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ചൊവ്വാഴ്ചത്തെ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ അറിവിൽ പുതുക്കപ്പെട്ടു. എന്താണ് അറിവിൽ പുതുക്കപ്പെടേണ്ട ഒരു അവസ്ഥ? കൊലോസിയർ 3:6 മുതൽ നമ്മൾ താഴോട്ട് 11 വരെ വായിക്കുമ്പോൾ അവിടെ കാണാം. നമ്മൾ കുറച്ചു മുമ്പേ വായിച്ചായിരുന്നു. 6 പറയണം, ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു എന്ന് നമ്മൾ പഠിച്ചു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴോ, പക്ഷെ പഴയതൊക്കെ ഓക്കെയാണ്, പക്ഷെ ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ട് കളവിൻ. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോട് കൂടെ ഉരിഞ്ഞു കളഞ്ഞു. അത് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞു എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ഈ പഴയ മനുഷ്യനെ കുറിച്ച് നമ്മൾ ഓർക്കണ്ട. പുതിയ മനുഷ്യനെ നമ്മൾ ധരിച്ചിട്ടില്ലേ? ക്രിസ്തുവിന്റെ ഭാവം തന്നെ നമ്മളിലും ആയിരിക്കട്ടെ. ക്രിസ്തു എങ്ങനെയാണോ ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത്, ക്രിസ്തു ആണ് ഞാനെങ്കിൽ എങ്ങനെ ആവണം ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് തീരുമാനം എടുക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിച്ച് പഴയ മനുഷ്യനെ തല്ലിക്കൊന്ന് പുതിയ മനുഷ്യനിൽ നമ്മൾ ജീവിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവിടെ കൊലോസിയർ 3:8 ഇവിടെ പറയാണ്, ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളയും. അപ്പോ ഇവിടെ പറയാണ്, അന്ന് അല്ലെങ്കിൽ പണ്ട് നിങ്ങളായിരുന്നു, പക്ഷെ ഇപ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെ ആണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ ജനിച്ചവർ ആണോ? ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റവർ ആണോ? നമ്മുടെ പഴയ മനുഷ്യനെ അതിന്റെ പ്രവൃത്തികളോട് കൂടെ തന്നെ ഉരിഞ്ഞു കളയേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാണ് നമ്മളെ ഈ പാഠം പഠിപ്പിക്കുന്നത്. നമ്മൾ 5-ലൊക്കെയും കണ്ടല്ലോ, ഇപ്പോൾ കോപം, ക്രോധം, മറ്റുള്ളവരെ കുറിച്ചുള്ള ദൂഷണം പറയുക, ഇതൊക്കെയും നമ്മൾ അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നതായിട്ടും കാണാം. കോപത്തിന് പാപത്തോടുള്ള ദൈവത്തിന്റെ നീതിയുള്ള പ്രതികരണത്തെ, നമ്മളോട് എന്ത് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, ചിലപ്പോൾ ഒരു പക്ഷെ ശത്രുവായിരിക്കാം, പക്ഷെ അവരോട് ക്ഷമിക്കാൻ നമ്മൾ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. യേശുവിനെ പോലെ നമ്മൾ എന്ത് ചെയ്യാണ് തീരുമാനിക്കുവാൻ. മർക്കോസ് 3:5 അവിടെ ഒരു കാര്യത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവിടെ പറയണം, അവരുടെ ഹൃദയ കാഠിന്യം നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ
അവരെ ചുറ്റും നോക്കി ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ നീട്ടി, അവന്റെ കൈ സൗഖ്യമായി. അവിടെ യേശു വളരെ ദുഃഖത്തോടെ അവിടെ ഒരു സൗഖ്യം കൊടുക്കുന്നതായിട്ട് കാണാം. ഒരു വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെ ശബദില് പരീക്ഷന്മാരിങ്ങനെ നോക്കിയിരിക്കണം. ഇവൻ എന്ത് ചെയ്യുന്ന ഇപ്പൊ കാണാം, ഇവനിപ്പൊ അത് ചെയ്യണം, ഇവനെ നമുക്ക് എന്ത് ചെയ്യാം, കൊല്ലണം, അല്ലെ, ഇവനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവനെ ദൈവദൂഷണമാ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവനെ എന്ത് ചെയ്യാം, നമുക്ക് ഇവന് എന്തെങ്കിലും ചെയ്യണം എന്നവിടെ പരീക്ഷന്മാര് തീരുമാനിച്ച് ചുറ്റിനും കൂടിയിരുന്ന സമയത്ത് അവിടെ പറയുന്നു, അവരുടെ ഹൃദയ കാഠിന്യം നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട്. കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയ കാഠിന്യത്തിൽ ദുഃഖിക്കുന്നുണ്ട് എന്ന് ദൈവജനം മനസ്സിലാക്കണം. കോപത്തോടെ അദ്ദേഹത്തിന് അവിടെ കോപം വരികയാണ്. ഇവരുടെ ഹൃദയ കാഠിന്യം എത്രത്തോളം ഇവർ ഹൃദയത്തെ കഠിനപ്പെടുത്തും. ആ മനുഷ്യനോട് ആ ദേഷ്യത്തോടെയാണ് അവിടെ ആ മനുഷ്യനോട് പറയുക, കൈ നീട്ടുക എന്നവിടെ പറയാണ്. എന്ന് പറഞ്ഞു, അവൻ നീട്ടി, അവന്റെ കൈ സൗഖ്യമായി. പക്ഷെ അവൻ വിശ്വാസത്തോടെ അവൻ കൈ നീട്ടി, അവൻ അവിടെ സൗഖ്യം വന്നതായിട്ട് നമുക്കവിടെ കാണാം. നമുക്ക് ഇതുപോലെ തന്നെയാണ് വെളിപ്പാട് 6:16 ദൈവ ക്രോധത്തിന്റെ മുമ്പിൽ മലകളോടൊക്കെ പറയാൻ ഞങ്ങളുടെ മേൽ വീണുകൊള്ളുക എന്ന് അവിടെ പറയുന്നു. സോ ഇവിടെ ഒക്കെയും കേൾക്കാൻ വേഗതയും സംസാരത്തിൽ താമസവും കോപത്തിൽ താമസമുള്ളവരുമായിരിക്കാൻ ദൈവം നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. യാക്കോബിന്റെ പുസ്തകം 1:19-20 പറ്റുമെങ്കിൽ നിങ്ങൾ ചുവരിൽ എഴുതി വെക്കുക. നിങ്ങളുടെ കിടക്കയുടെ മുകളിൽ സീലിംഗിൽ എഴുതി വെച്ചാൽ വളരെ ഉത്തമമായിരിക്കും. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അത് അറിയുന്നുവല്ലോ. എന്നാൽ ഏത് മനുഷ്യനും എങ്ങനായിരിക്കണം? കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവൻ ആയിരിക്കട്ടെ. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. ഞാൻ ഇതിനു മുന്നും പറഞ്ഞിട്ടുള്ളത്, നമ്മൾ കോപത്തോടെ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തെറ്റായിരിക്കും. നിങ്ങൾ കുറച്ചൊന്ന് ചിന്തിച്ച് ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവാത്മാവിനോട് അപേക്ഷിച്ച് നിങ്ങൾ ഒരു തീരുമാനം എടുക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റിപ്പോകില്ല. തീർച്ചയായിട്ടും കോപത്തോടെ നിങ്ങൾ ഒരു തീരുമാനവും എടുക്കരുത് ദൈവമക്കളെ എന്നെന്റെ ഒരു അഭ്യർത്ഥനയാണ്. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ എന്നിവിടെ പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ സൗമ്യതയുടെ ആത്മാവ് ധരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് നമുക്കിവിടെ കാണാം. പഴയ മനുഷ്യനെ നമ്മൾ എന്ത് ചെയ്യണം? ഉരിഞ്ഞ് കളയണം. അതിന്റെ ദുർസ്വഭാവങ്ങളോട് അതിന്റെ സകല പ്രവൃത്തികളോടും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഉരിഞ്ഞ് കളയേണ്ട ആവശ്യകതയാണ് നമ്മളിവിടെ കാണുന്നത്. പുതിയ മനുഷ്യൻ എന്നതിൽ നിന്ന് വ്യത്യസ്തമായി പഴയ മനുഷ്യൻ എന്നതുകൊണ്ട് പൗലോസ് ഇവിടെ അർത്ഥമാക്കുന്നത് അതാണ്. റോമർ നമുക്ക് 6:6 വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും, നാം ഇനി പാപത്തിന് എന്താണ് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്നും നാം അറിയുന്നുണ്ടോ? ഇവിടെ പറയാണ് നാം അറിയുന്നു. നമ്മൾ അറിയുന്നുണ്ടോ? നമ്മുടെ പാപ മനുഷ്യൻ ക്രിസ്തുവിൽ ക്രൂശിക്കപ്പെട്ടു. ഉയർത്തെഴുന്നേറ്റത് ആരല്ല? ദിവ്യ അല്ല, ഉയർത്തെഴുന്നേറ്റത് ക്രിസ്തു ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? പഴയതിൽ നിന്ന് പുതിയതിലേക്കുള്ള ഈ ഒരു പരിവർത്തനത്തിന് പൗലോസ് ഉപയോഗിക്കുന്ന ചില ക്രിയകൾ വസ്ത്രത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് വസ്ത്രം ധരിക്കുന്ന, അല്ലെ, യോശുവ അവിടെ എന്താണ് നമുക്കറിയാം. യോശുവയുടെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ ന്യായാസനത്തിൽ നിൽക്കുമ്പോൾ അവിടെ എന്താണ് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിൽക്കുന്നതായിട്ട് കാണാം. അവന്റെ സ്വയം നീതി, നമ്മുടെ സ്വയം നീതി മുഷിഞ്ഞതാണ്. ഫിൽദി റാഗ്സ് എന്നാണ് പ്രോവബ്സിന്റെ പുസ്തകത്തിൽ പറയുന്നത്. ഞാൻ ചിന്തിക്കുന്ന എന്റെ നീതി, ഞാൻ കരുതുന്ന എന്റെ സത്യം, അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് ശരി, മറ്റുള്ളവരൊക്കെ തെറ്റ് എന്ന് പറയുന്ന എന്റെ നീതി ദൈവം ഇവിടെ കമ്പയർ ചെയ്യുന്നത് ഫിൽദി റാഗ്സ്. നിങ്ങൾ അതിന്റെ മൂലപദം പരിശോധിച്ചാൽ അവിടെ പീരിയഡ് ക്ലോത്ത്സ്. എത്ര മോശപ്പെട്ട ഭാഷയാണ് നമ്മുടെ നീതിയെ കുറിച്ച് അവിടെ പറയുന്നത് എങ്കിൽ, അല്ലെ, തമിഴില് പറയും അഴുക്കാന കന്തൈ എന്ന് പറയും. പീരിയഡ് ക്ലോത്ത്. പണ്ട് കാലങ്ങളിൽ പീരിയഡിന് വേണ്ടി സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന ആ ഒരു വസ്ത്രം എന്ന് പറയുന്നത് എത്ര മലിനമാണ്. അത് ആരുടെ മുന്നിലും അത് പ്രദർശിപ്പിക്കാറില്ല. അത്രമാത്രം മലിനമായ നമ്മുടെ നീതിയാണ് നമ്മൾ ഇന്ന് പ്രദർശിപ്പിക്കുന്നത്. പള്ളികളിലൊക്കെ പ്രശ്നമുണ്ടാക്കുന്നത് അവനവന്റെ നീതിയെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. നമ്മുടെ നീതി എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് കമ്പയർ ടു ഫിൽദി റാഗ്സ് ആണ് മക്കളെ. സോ ആ നീതി നമ്മൾ എന്ത് ചെയ്യാ? കൂട്ടിക്കെട്ടി കുഴിച്ചു മൂടേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ നീതി അങ്ങനെയെങ്കിൽ നമ്മുടെ പാപം എത്ര മോശപ്പെട്ടതാണ് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. 2 കൊരിന്ത്യർ
നമുക്ക് എഫേസ്യർ 4:22-24 വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതാണ്? ദൈവാനുരൂപമായി, ദൈവത്തിന്റെ അതേ തേജസ്സില്, ദൈവത്തിന്റെ അതേ ഇമേജില്, ആ ഛായയിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നു, ദൈവം ഇങ്ങനെ നിന്നിട്ട് ആ നിഴല്, ദൈവത്തിന്റെ അതേ രൂപത്തിലാണ് ആദാമിനെ മണ്ണുകൊണ്ട് മെനഞ്ഞത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ മെനഞ്ഞതാണോ ഞാനും നിങ്ങളും? ആ പുതിയ മനുഷ്യൻ എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല? ഈ രൂപകങ്ങൾ പരിവർത്തനത്തെയും അതിന്റെ ഫലങ്ങളെയും വിവരിക്കുന്നു. ഇതിനെ പൗലോസ് പറയാണ് പുതിയ സൃഷ്ടി എന്ന് വിളിക്കുകയാണ്. 2 കൊരിന്ത്യർ 5:17 വായിക്കുമ്പോൾ അവിടെ പറയണം പുതിയ സൃഷ്ടി. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിച്ഛായയാണ് നമ്മള്, അല്ലെ? ദൈവം ഇങ്ങനെ നിന്നപ്പോ ദൈവത്തിന്റെ അതേ പ്രതിച്ഛായയിൽ, ആ ഷാഡോ, ആ നിഴലിലാണ് ആ ആദാമിനെ ദൈവം സൃഷ്ടിക്കുന്നത്. പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നാം അറിവിൽ പുതുക്കപ്പെട്ടിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ക്രിസ്തുവിന്റെ വചനത്തിലൂടെ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് നേടുന്നത് നമ്മെ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, അതേ പ്രതിച്ഛായയിലേക്ക് രൂപാന്തരപ്പെടുത്തുന്നു. അതേസമയം നമ്മൾ അങ്ങനെ ചെയ്യാതിരുന്നാൽ നമ്മൾ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്കല്ല, മ്ലേച്ഛതയിൽ നിന്നും മ്ലേച്ഛതയിലേക്ക് നമ്മൾ തള്ളപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നാം പോകാതിരിക്കാൻ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ തീർച്ചയായിട്ടും ശോധന ചെയ്യുക തന്നെ ചെയ്യും. നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 3:18 പറയാണ്. എന്താണ് ഇവിടെ പറയുന്നത്? കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളയിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, മോശെ. 40 രാവും പകലും ദൈവത്തോട് കൂടെ ഇരുന്ന് ചന്ദ്രൻ എങ്ങനെയാണോ സൂര്യന്റെ ആ പ്രകാശം പ്രതിഫലിപ്പിക്കുന്നത്, അതുപോലെ മോശെ യഹോവയായ ദൈവത്തിന്റെ ആ ഒരു പ്രതിഫലനം മോശയ്ക്ക് ഉണ്ടായപ്പോൾ മോശെ ആ മല വിട്ട് താഴെ ഇറങ്ങി വന്നപ്പോൾ ജനത്തിന് മോശയെ കാണാൻ തന്നെ പറ്റുന്നില്ലായിരുന്നു. കാരണം അത്ര തേജസ് ആയിരുന്നു. ആ തേജസ് കാരണം അദ്ദേഹം എന്ത് ചെയ്തു? ഒരു മൂടുപടം ഇട്ടു, തന്നെ മറച്ചു. പക്ഷേ ഈ അന്ത്യകാലത്തിൽ എങ്ങനെയായിരിക്കും? ആ മൂടുപടമൊക്കെ നീക്കി എന്താണ്? എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി, അല്ലെ? സ്വർണം എങ്ങനെയാണോ മൂശയിലിട്ട് അതിനെ ഉരുക്കി അതിന്റെ ഇംപ്യൂരിറ്റീസ് ഒക്കെ, അതിന്റെ എന്താണ് അഴുക്കൊക്കെ മാറി അത് എത്ര ശുദ്ധമായി എന്ന് പരിശോധിക്കുന്നത് എങ്ങനെയാണ്? ആശാരിയുടെ, സ്വർണ്ണ ആശാരിയുടെ മുഖം അതിനകത്ത് തെളിഞ്ഞു കാണണം. അപ്പൊ നമ്മുടെ മുഖം മൂടി അല്ലെങ്കിൽ നമ്മുടെ ഈ മൂടുപടം നീക്കുമ്പോൾ കാണുന്നത് ദൈവത്തിന്റെ പ്രതിച്ഛായയാണോ അതോ ലൂസിഫറിനെയാണോ മറ്റുള്ളവർ ദർശിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സമയത്താണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. ദൈവം നമ്മളോട് കൂടെ പ്രവർത്തിക്കുമാറാകട്ടെ. നമ്മുടെ പഴയ മനുഷ്യൻ ചത്ത് പുതിയ മനുഷ്യൻ പുറപ്പെടുവാൻ, മറ്റുള്ളവർ അത് കാണുവാൻ, ദൈവത്തിന്റെ പ്രതിച്ഛായ മറ്റുള്ളവർ ദർശിപ്പാൻ, ആ പ്രകാശം മറ്റുള്ളവരിലേക്ക് കടക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ബുധനാഴ്ചത്തെ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ പാഠം വളരെ ശക്തമായ മുന്നറിയിപ്പുകളാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ആരെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ കുറ്റം പറയുവാനോ അല്ല പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു മുഖക്കണ്ണാടി നമ്മുടെ മുൻപിൽ വെച്ചുകൊണ്ട് നമ്മുടെ തെറ്റുകളൊക്കെ കാണിച്ചു തരികയാണ്. ഇവിടെ പൗലോസ് എന്ത് മനോഹരമായിട്ടാണ് ഒരു വ്യക്തി ക്രിസ്തുവിലേക്ക് വരുമ്പോൾ നീക്കം ചെയ്യപ്പെടേണ്ടതും അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടേണ്ടതുമായ മോശം ശീലങ്ങളെ കുറിച്ചും ആ ദുർസ്വഭാവങ്ങളെ കുറിച്ചും അത് നിരാകരിക്കുന്ന സ്വഭാവങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അതിനെ വിവരിച്ച ശേഷം പൗലോസ് പ്രായോഗികമായി തന്നെ എന്താണ് മുന്നോട്ട് നടന്നു പോവുകയാണ്. അതായത് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് അദ്ദേഹം നടന്നു പോകുന്ന ഒരു രീതിയിലാണ് നമുക്ക് ഈ കൊലോസ്യരുടെ പുസ്തകം 3-ാമത്തെ അധ്യായം നമുക്ക് തന്നിരിക്കുന്നത്. 3:12 മുതൽ 14 വരെ നമ്മൾ വായിക്കുമ്പോൾ, അതുകൊണ്ട് ദൈവത്തിന്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായ നമ്മൾ ഓരോരുത്തരും മനസ്സലിവ്, ദയ, 8 കാര്യങ്ങളാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചത് പോലെ
നിങ്ങളും ചെയ്വിൻ എന്നിട്ടാണ് നമ്മൾ മനപ്പാഠ വാക്യത്തിലേക്ക് വരുന്നത്. എന്ത് ഭംഗിയായിട്ടാണ് നമ്മുടെ മനപ്പാഠ വാക്യത്തിലേക്ക് പൗലോസ് എത്തിപ്പെടുന്നത് എന്ന് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. ഈ വക 8 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെയും നമ്മുടെ ഉള്ളിൽ വരണം. നമുക്ക് എന്ത് പാടില്ല, എന്തൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം എന്നതിനെ കുറിച്ചൊക്കെയും പറഞ്ഞതിന് ശേഷം നമ്മൾ എന്തായിരിക്കണം, എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ പറയുന്നു. ഇവിടെ പ്രത്യേകിച്ച് പറയാണ് മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ, ഇവയോടൊപ്പമാണ് സ്നേഹത്തെയും ചേർക്കാൻ സമ്പൂർണ്ണ. കാരണം ഇതൊക്കെ വന്നാൽ മാത്രമേ സമ്പൂർണതയുടെ അടയാളമായ സ്നേഹം നമ്മളിൽ വരികയുള്ളൂ. ഇവിടെ പറയുന്ന അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യും. ദൈവമക്കളായ നമ്മളെ ഓരോരുത്തരോടും ദൈവം കരഞ്ഞുകൊണ്ട് പറയുന്നതായിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കണം. നമ്മളോട് പറയണം, അന്യോന്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു വഴക്കുണ്ടായ എൻ്റെ ദൈവ മക്കളെ, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളൊന്ന് ക്ഷമിക്ക്, നിങ്ങളൊന്ന് അന്യോന്യം ക്ഷമിച്ചു നോക്ക്. ക്ഷമയുടെ മാഹാത്മ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ സയൻസ് പഠിക്കുമ്പോൾ ബ്രെയിനിൽ ഏകദേശം 100 ട്രില്യൺ സെൽസ് ആണ്, അല്ലെങ്കിൽ ന്യൂറോൺസ് ആണ് നമ്മുടെ ബ്രെയിനകത്തുള്ളത്. ഈ 100 ട്രില്യൺ ന്യൂറോണുകളും അത് ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മളല്ലാതായി തീരും. നമ്മളെ ഭ്രാന്തെന്ന് പറയും, നമുക്ക് ബുദ്ധി ഇല്ലെന്ന് പറയും, നമ്മൾ മന്ദബുദ്ധികളായി തീരും. പക്ഷേ ഇതിലേതെങ്കിലും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യതിചലിച്ചു പോയാൽ നാം അല്ലാതായി മാറും എന്നുള്ളത് നമ്മൾ മറക്കരുത്. അങ്ങനെ തന്നെയുള്ള ചില സെല്ലുകളുടെ പേരാണ് ഗ്ലയൽ സെൽസ്. നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, നമ്മുടെ ബ്രെയിനിലെ വാക്യൂം ക്ലീനർ ആണ് ഗ്ലയൽ സെൽസ് എന്ന് പറയുന്നത്. ഈ ഗ്ലയൽ സെൽസ് എന്ത് ചെയ്യുന്നറിയോ? നമ്മുടെ ബ്രെയിനിൽ ആവശ്യമില്ലാത്ത ടോക്സിൻസ്, കെമിക്കൽസ്, നെഗറ്റീവ് തോട്ട്സ്, ഇതൊക്കെ എന്ത് ചെയ്യും? അടിച്ചു വാരി തൂത്ത് വൃത്തിയാക്കുന്ന ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ കാര്യക്ഷമതയുള്ള ചില കോശങ്ങളാണ് ഗ്ലയൽ സെൽസ്. നിങ്ങൾക്കറിയാമോ, ഈ ഗ്ലയൽ സെൽസ് നമ്മള് ഒരു വ്യക്തിയോട് ക്ഷമിക്കുമ്പോൾ, ഒരു ഫർഗീവിങ് സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, ഞാനൊരു വ്യക്തിയോട് ക്ഷമിച്ചെന്ന് പറഞ്ഞ് അവരെ സ്നേഹിക്കുമ്പോൾ ഈ ഗ്ലയൽ സെൽസ് കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുകയും നമ്മുടെ ബ്രെയിനിനെ അടിച്ചു വാരി തൂത്ത് വൃത്തിയാക്കുന്ന ഒരു ജോലി അവിടെ നടക്കും എന്നുള്ളത് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ക്ഷമിക്കുന്നത് വളരെ പ്രയാസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹാന്മാർക്ക് മാത്രമേ ക്ഷമിക്കാൻ പറ്റൂ. കാരണം അത്രത്തോളം നമുക്ക് എന്ത് വേണം? ശക്തി വേണം. ദേഷ്യപ്പെടാൻ ശക്തിയുടെ ആവശ്യമൊന്നുമില്ല. ആർക്കും ദേഷ്യം വരും അല്ലെ? കുഞ്ഞു കുട്ടികൾക്ക് ദേഷ്യം വരും. ദേഷ്യപ്പെടുന്നത് നല്ല മാഹാത്മ്യം ഒന്നും അല്ല. പക്ഷെ ആ ദേഷ്യത്തെ അടക്കുന്നതാണ് ഏറ്റവും വലിയ മാഹാത്മ്യം. ആ ദേഷ്യത്തെ അടക്കിക്കൊണ്ട് ക്രിസ്തുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിൽ ഒരു തീരുമാനം എടുക്കുവാൻ നമുക്ക് സാധിച്ചാൽ, ഒരുവനോട് ഒരുവൻ ക്ഷമിക്കുവാൻ സാധിച്ചാൽ, അതിൽ പരം മാഹാത്മ്യം ഈ ലോകത്ത് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ മാത്രമേ നമ്മൾ മനപ്പാഠ വാക്യത്തിൽ വായിച്ചതുപോലെ ആ സമ്പൂർണതയുടെ സ്നേഹം, അല്ലെ? നമ്മൾ മനപ്പാഠ വാക്യത്തിൽ എന്താണ് വായിച്ചത്? സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. അങ്ങനെ നമുക്ക് സമ്പൂർണമായിട്ട് സ്നേഹം ധരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം? ക്ഷമ വേണം. ഇവിടെ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും, എല്ലാത്തിനും മീതെ, അല്ലെ? നമ്മൾ മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. അതിനു മുമ്പ് പറയണം, അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കാരണം എന്താണ്? കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. കർത്താവ് നമ്മളോട് ക്ഷമിച്ചാതിരുന്നാൽ ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ നിലനിൽക്കുമോ? എന്റെ ശ്വാസം ഉണ്ടാകുമോ? എന്റെ ശബ്ദം ഉയർന്നു കേൾക്കുമോ? എന്നെ ആരെങ്കിലും ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാൻ വിളിക്കുമോ? ഞാൻ അവിടെ കല്ലറയിൽ ആർക്കും വേണ്ടാതെ അവിടെ കിടക്കും. പക്ഷേ കർത്താവ് എന്നോട് ക്ഷമിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ പോലെ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞല്ലേ? നിന്നെ പോലെ. ഇവിടെ പറയാണ് ക്രിസ്തു നമ്മോട് ക്ഷമിച്ചത് പോലെ. ഈ പോലെ എന്ന് പറയുന്നതും ഒപ്പം എന്ന് പറയുന്ന വാക്കൊക്കെ വളരെ ശക്തമായ വാക്കുകളാണ്, ക്രിയാപദങ്ങളാണ് ഇവിടെ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പൗലോസ് പരാമർശിച്ച 8 ഗുണങ്ങൾ വളരെ വലുതാണ്. ആ ആർദ്രത, സ്നേഹം, കരുണ, ദയ, ദീർഘക്ഷമം, സൗമ്യത, ഇതൊക്കെയും നമ്മൾ പരസ്പരം സഹിക്കുകയും പരസ്പരം ക്ഷമിക്കുകയും എല്ലാറ്റിനും നന്ദി പറയുകയും ചെയ്യുന്ന, സ്തോത്രം ചെയ്യുന്നതുമായ ഒരു സ്പിരിറ്റാണ് ദൈവത്തിന് ഇവിടെ ആവശ്യം. ഇവിടെ പറയുന്നു 3:13 പറയുന്നു, ക്രിസ്തു നമ്മോട് ക്ഷമിച്ചതുപോലെ. അതാണ് ആ പൂർണ്ണതയുടെ ആ ബന്ധം. അതാണ് ദാറ്റ് മിസ്സിംഗ് ഫാക്ട്. ആ മിസ്സിംഗ് ലിങ്ക് എന്ന് പറയുന്നത് എന്താണ്?
ആ പൂർണ്ണതയുടെ ബന്ധം എന്ന് പറയുന്നത് സ്നേഹമാണ്. സോ ഇവിടെ 1 യോഹന്നാൻ 4:11 12 അവിടെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? കാരണം നമ്മോടുള്ള അവന്റെ സ്നേഹമാണ് നമ്മെ അവനിലേക്ക് ബന്ധിപ്പിക്കുന്നതും മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതുമായ ഘടകം. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഞാൻ എന്നെ പോലെ എന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്തിന് പിണക്കം? എന്തിനാണ് തമ്മിൽ എന്താണ് ഒരു വിട്ടുകൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത്? ക്ഷമിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഈ ഗുണങ്ങൾ നമ്മുടെ ബന്ധങ്ങളെ 2 തരത്തിൽ സ്വാധീനിക്കണം. ഒന്നാമതായി, മറ്റുള്ളവരോട് സ്നേഹം, കരുണ, ദയ, ക്ഷമ എന്നിവ കാണിക്കുന്നത് നമ്മെയും മറ്റുള്ളവരെയും അനുഗ്രഹിക്കും. അല്ലെ, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും എന്ന് ദൈവം പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഒരു വ്യക്തിയെ അനുഗ്രഹിക്കും, അല്ലെങ്കിൽ ഞാൻ എന്റെ അനുഗ്രഹം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. മറ്റുള്ളവരെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് സംതൃപ്തി നൽകുന്നു. ആളുകൾ സാധാരണയായി നമ്മോട് അതേ രീതിയിൽ പ്രതികരിക്കും. നമുക്ക് ദൈവത്തിന്റെ കരുണയും ക്ഷമയും തുടർന്നും ലഭിക്കുന്നു. മത്തായി 5:7, 6:14 നമ്മൾ വായിക്കും. രണ്ടാമതായിട്ട്, അതിലും പ്രധാനമായിട്ടൊരു ഘടകമാണ്, അത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും എന്ത് ചെയ്യണം? നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുമ്പോൾ നമുക്കത് സംതൃപ്തി നൽകുന്നത് പോലെ അത് പിന്നെ എന്താണ് ചെയ്യുന്നത്? ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരെ യേശുവിനെ വിശ്വസിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം പല പുറജാതികളും അല്ലെങ്കിൽ പല ക്രിസ്തുവിനെ അറിയാത്ത വ്യക്തികളും ചിലപ്പോൾ അവരുടെ ജീവിതകാലത്തിൽ ഒരിക്കൽ പോലും ബൈബിൾ വായിക്കാനുള്ള അവസരം ഉണ്ടാകില്ല. പക്ഷെ അവര് വായിക്കുന്ന ഒരേ ഒരു ബൈബിൾ എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ്. ചിലപ്പോൾ നമ്മുടെ കൂടെ ഒരു സെക്കൻഡ് ഇടപഴകാൻ ഒരു സമയം മാത്രമേ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അതായിരുന്നു അവരുടെ ജീവിതത്തിൽ വന്ന ഏറ്റവും ആദ്യത്തെയും അവസാനത്തെയും ഒരു അവസരം എന്ന് പറയുന്നത്. ആ അവസരത്തിൽ ഞാൻ എങ്ങനെയാണ് ക്രിസ്തുവിനെ കാണിച്ചത് എന്നതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും അവരുടെ രക്ഷ എന്ന് പറയുന്നത്. അവസാനം യേശുക്രിസ്തു വരുമ്പോ നിന്നെ ഞാൻ അറിയുന്നില്ല എന്ന് പറയുവാൻ തക്കവണ്ണം, നിരാശയുടെ പടുകുഴിയിലേക്ക് നമ്മൾ വീഴുവാൻ തക്കവണ്ണം ഇടയാകാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അന്യോന്യം സ്നേഹിക്കുക, അന്യോന്യം ക്ഷമിക്കുക, അന്യോന്യം പൊറുക്കുക. ഇവിടെയാണ് നമ്മുടെ പുതിയ മനുഷ്യൻ ജനിക്കുന്നതും പുതിയ മനുഷ്യനെ മറ്റുള്ളവരെ കാണുന്നത്. ദൈവത്തിന്റെ പ്രതിച്ഛായ മുഖം മൂടുപടം നീക്കുമ്പോൾ ദൈവത്തിന്റെ പ്രതിച്ഛായ മറ്റുള്ളവരെ ദർശിക്കുവാൻ ഇടയായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കേണ്ടത് ആവശ്യമാണ്. മനുഷ്യാത്മാവിനെ മിനിസ്ട്രി ഓഫ് ഹീലിംഗ്സിൽ മിസസ് വൈറ്റ് പറയാണ്, മനുഷ്യാത്മാവിനെ ചുറ്റിപ്പറ്റിയുള്ള മറ്റൊരു സ്വാധീനത്തിനും നിസ്വാർത്ഥ ജീവിതത്തിന്റെ സ്വാധീനം പോലെ ശക്തിയില്ല. സുവിശേഷത്തെ അനുകൂലിക്കുന്ന ഏറ്റവും ശക്തമായ വാദം സ്നേഹവാനും സ്നേഹനിധിയുമായ ഒരു ക്രിസ്ത്യാനിയാണ്. ക്രിസ്തു എന്നല്ല പറയുന്നത്, ക്രിസ്ത്യാനിയാണ്. നമുക്ക് സ്നേഹിക്കാൻ സാധിച്ചില്ല, ക്ഷമിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കണം. അത് വളരെയധികം നമുക്ക് ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ, ദൈവത്തിന്റെ ആ ഒരു ശക്തി നമുക്ക് വേണം. ക്രിസ്തു നമ്മളെ സഹായിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നാൽ മാത്രമേ നമുക്ക് ക്ഷമിക്കുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളത് ദൈവത്തോട് ചോദിച്ച് വാങ്ങേണ്ട ഒരു ശക്തിയാണ് ക്ഷമിക്കുവാനും പൊറുക്കുവാനുമുള്ള ഒരു ശക്തി. മറ്റുള്ളവരോട്, പ്രത്യേകിച്ച് നിങ്ങളോട് ദയയില്ലാത്തവരോട് പെരുമാറുന്ന രീതിയിൽ നിങ്ങൾ യേശുവിനെ എത്രത്തോളം നന്നായി പ്രതിനിധീകരിക്കുന്നു? അത് നമ്മളോടുള്ള ഒരു ചോദ്യമാണ്. നമ്മളോട് സ്നേഹമുള്ളവരോടൊക്കെ ക്ഷമിക്കാനും പൊറുക്കാനൊക്കെ പറ്റും. പക്ഷെ നമ്മളോട് ദയ കാണിക്കാത്ത, നമ്മളോട് ദ്രോഹം ചെയ്തൊരു വ്യക്തിയോട്, ശത്രുവിനോട് എങ്ങനെ നമുക്ക് ദയ കാണിക്കാൻ സാധിക്കും? അവിടെയാണ് ക്രിസ്തു ജനിക്കുന്നത്. വ്യാഴാഴ്ചത്തെ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ, പൊതുജീവിതം നയിക്കൽ പടിപ്പടിയായിട്ട് എങ്ങനെയാണ് ക്രിസ്തുവിനോടൊപ്പം നമ്മൾ ജീവിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഴയ മനുഷ്യനെ കൊന്നുകൊണ്ട്, അല്ലെ, ചത്ത ശവത്തിന്, അല്ലെങ്കിൽ ഒരു ശവത്തിന് തീർച്ചയായിട്ടും വേദന അനുഭവപ്പെടില്ല, അല്ലെ. അതിന് എത്ര മഹാന്റെ ശരീരമായാലും ചത്തു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറയും? ഒരു മരണം സംഭവിക്കുന്നത് വരെ, അല്ലെ, സുഖമില്ലാതെ കിടക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ഇന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ പറയുന്നത് എന്താണെന്നറിയോ? ബോഡി എപ്പം എടുക്കും? നമ്മൾ ജീവനുള്ളത് വരെ മാത്രമേ നമ്മൾ ദിവ്യാന്നും അല്ലെങ്കിൽ ഒരു പേരൊക്കെ പറയുള്ളൂ. പക്ഷെ നമ്മൾ ചത്തു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും എന്താണ്? ബോഡി, ശരീരം, ശവം, അല്ലെ. അങ്ങനെ നമ്മളൊരു ശവമാണ്. എന്റെ പേര് അവിടെ ഇല്ല. ആ ശവത്തിന് വേദനിക്കുമോ? നമ്മൾ ശവമാകാത്തത് കൊണ്ടാണ് നമുക്ക് വേദനിക്കുന്നത്. നമ്മൾ ശവമായി നമ്മൾ ക്രിസ്തുവിൽ മറഞ്ഞിരുന്ന് ക്രിസ്തുവാണ് ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആരെന്ത് പറഞ്ഞാലും നമുക്ക് വേദന വരേണ്ട കാര്യം ഇല്ല.
സഭയിലെ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടിയുള്ള പൗലോസിന്റെ താല്പര്യം നമുക്ക് കൊലോസ്യർ 3:16-17 നമുക്ക് വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഇവിടെ സങ്കീർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ സംഗീതത്തിന്, മ്യൂസിക്കിന് നമ്മുടെ മേലുള്ള ഒരു വലിയൊരു പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പിൻ. നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? നിങ്ങളെക്കുറിച്ച് തെറ്റായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മക്കളെ, നമ്മൾ ദൈവത്തിന് സ്തുതി പറയാം. ക്രിസ്തുവിനോടും ഇത് തന്നെ അല്ലേ ചെയ്തത്? ക്രിസ്തുവിന് വന്നതിന്റെ അത്രയും ഭാരങ്ങളൊന്നും നമുക്കുണ്ടായില്ലല്ലോ. മുഖത്ത് തുപ്പി അടിച്ച് തറയിലിട്ട് എഴച്ചു അല്ലെ, ഉഴവുചാല് പോലെ തന്റെ മുതുക് ഇങ്ങനെ ഉഴുത് മാറ്റി അല്ലെ, ഉഴവുചാല് പോലെ രക്തം ഇങ്ങനെ ധാരയായി ഒഴുകി. ഒരു വെള്ളച്ചാട്ടം പോലെയാണ് രക്തം ഒഴുകിയത്. അപ്പൊ ഇത്രമാത്രം വേദനയും ആട്ടും തുപ്പും ഒക്കെ ക്രിസ്തു സഹിച്ചുവെങ്കിൽ ആ ക്രിസ്തു വസിക്കുന്ന ക്രിസ്ത്യാനികൾ എത്രത്തോളം സഹിക്കണം? അങ്ങനെ ഉള്ളൊരു അവസ്ഥ നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും പാത്ത് ഫൈൻഡറിന്റെ ഒരു എയിം അല്ലെങ്കിൽ അവരുടെ ഒരു തീം എന്ന് പറയുന്നതാണ് കീപ് എ സോങ് ഇൻ മൈ ഹാർട്ട്. എപ്പോഴും ഒരു പാട്ട്. ആരെങ്കിലും നമ്മൾ വേദനിപ്പിക്കുന്നുണ്ടോ? ഒരു പാട്ടങ്ങൂടെ ദൈവത്തിന് എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിക്കുക. ഒരു പാട്ട് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും കൊണ്ട് നടക്കണം. സങ്കടത്തിലും വിഷമത്തിലും സന്തോഷത്തിലും ഒക്കെ ഒരു പാട്ട് അങ്ങനെ മുഴങ്ങി കേൾക്കണം. എപ്പോഴും ഒരു പാട്ട്. എന്നും രാവിലെ പേഴ്സണൽ ഡിവോഷൻ ചെയ്യുമ്പോൾ ഒരു പാട്ടിന്റെ വരി എപ്പോഴും നമ്മുടെ വായിൽ ഇങ്ങനെ. അപ്പൊ നമ്മളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ദേഷ്യപ്പെടുത്തിയാലോ നമുക്ക് എന്തുണ്ടാവരുത്? ദേഷ്യം വരികയില്ല എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു മെത്തഡാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ ദേഷ്യം സ്വഭാവം അടക്കാൻ പറ്റാത്ത ദേഷ്യം ഉള്ളവർക്ക് ഇതൊരു നല്ലൊരു റെമഡിയാണ്. ഒരു പാട്ട് മനസ്സിൽ ഇങ്ങനെ പാടുക. നേരിട്ട് പാടുമ്പോൾ ചിലപ്പോൾ അവരെ കളിയാക്കുന്നത് പോലെ തോന്നും, പ്രശ്നമൊക്കെ ഉണ്ടാവും. പക്ഷെ മനസ്സിൽ പാടിയാൽ മതി. അപ്പൊ ഇവിടെ പറയാണ് സങ്കീർത്തനങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ ഇനി എന്ത് സംഭവിച്ചാലും, ദുഃഖത്തിലും സന്തോഷത്തിലും ഒക്കെ നമുക്കറിയാം, സാധു കൊച്ചുകുഞ്ഞൊക്കെ പാട്ടുകൾ എഴുതുമ്പോൾ അവരുടെ അവസ്ഥ, അല്ലെ ഭാര്യ മരിക്കുന്നു അല്ലെങ്കിൽ മരണം ഉണ്ടാകുന്നു, അപ്പോഴും ദൈവത്തെ സ്തുതിച്ച് ദുഃഖത്തിന്റെ പാനപാത്രം അല്ലെ കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഞാൻ എന്ത് ചെയ്യും? ഹല്ലേലൂയ പാടുമെന്ന് പറഞ്ഞ ആ സാധു കൊച്ചുകുഞ്ഞുള്ള കേരളത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. സോ എത്ര കഷ്ടങ്ങൾ സങ്കടം വന്നാലും അവയിലൊക്കെയും സന്തോഷിക്കാനും ദൈവത്തെ സ്തുതിക്കാനും നാം പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ കൊലോസ്യരുടെ 3:16-17 ഇവിടെ വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ട്. കാരണം എന്തുകൊണ്ടെന്നറിയാമോ? നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏകദേശം 60 മുതൽ 70% വെള്ളമാണ്. ഈ വെള്ളം എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും, ലൈറ്റ് കടത്തിവിടും, പ്രകാശം കടത്തിവിടും. അപ്പൊ പിന്നെ ശബ്ദ തരംഗങ്ങളെ കടത്തിവിടില്ലേ? തീർച്ചയായിട്ടും കടത്തിവിടും. നിങ്ങൾ ഗൂഗിൾ പരിശോധിച്ചാൽ അറിയാം, വാട്ടർ എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ടുണ്ട്. അതായത് ഒരു ബോട്ടിൽ വെള്ളം എടുത്തിട്ട് നല്ല വാക്കുകള്, നല്ല മ്യൂസിക്, വളരെ പോസിറ്റീവായിട്ടുള്ള ക്ലാസിക്കൽ മ്യൂസിക്, നല്ല പോസിറ്റീവായിട്ടുള്ള മെലോഡിയസ് മ്യൂസിക് കേൾപ്പിച്ച ആ വെള്ളത്തിനും അതേസമയം ശാപവാക്കുകൾ ദേഷ്യത്തോടെ സംസാരിക്കുക, ഐ ഹേറ്റ് യു, ഐ കിൽ യു, അങ്ങനെ പറഞ്ഞ ആ ബോട്ടിലുള്ള വെള്ളവും അവർ പരിശോധിച്ചപ്പോൾ ഈ നമ്മൾ നെഗറ്റീവായിട്ട് പറഞ്ഞ ബോട്ടിലുള്ള വെള്ളം വളരെ മോശമായിട്ട് കണ്ടാമിനേറ്റഡ് ആയിട്ട് പായൽ പിടിച്ചുമൊക്കെ അഴുക്കായി തീർന്നപ്പോ നല്ല വാക്കുകൾ ഉപയോഗിച്ച അല്ലെങ്കിൽ നല്ല സംഗീതം കേൾപ്പിച്ച ആ വാട്ടർ മോളിക്യൂൾസിന്റെ ഷേപ്പില് മാറ്റമൊന്നും വന്നില്ല. അത് വളരെ മനോഹരമായിട്ട് കാണപ്പെട്ടു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ റിയൽ ആയിട്ട് കണ്ടുപിടിച്ച ടെക്നിക്കാണ്. സോ നമ്മൾ ഓരോ വ്യക്തിനെ എപ്പോഴും ഇങ്ങനെ ഹരാസ് ചെയ്ത് ദേഷ്യത്തോടെ സംസാരിച്ച് അവരെപ്പോഴും നമ്മൾ ഡിസ്കറേജ് ചെയ്താൽ തീർച്ചയായിട്ടും അവരെന്തായി മാറും? അവരങ്ങനെ ആയി മാറും. കാരണം അവരുടെ ശരീരം കേൾക്കും. നമ്മുടെ ശരീരം നമ്മൾ കേൾക്കുന്നുണ്ട്, നമ്മളെ വാച്ച് ചെയ്യുന്നുള്ളത് മറക്കരുത്. സോ അതുകൊണ്ട് തന്നെ സംഗീതം നമുക്കറിയാം എത്ര വലിയൊരു
ശക്തമായ ഒരു സ്വാധീനമാണ് മനുഷ്യരുടെ ജീവിതത്തിൽ ചെലുത്തുന്നത് എന്ന്. പല രോഗങ്ങൾക്കും എന്താണ് ഈ ആത്മീയ ഗീതങ്ങള് അത് വളരെയധികം റിസർച്ചുകൾ നടത്തിയിട്ടുണ്ട്. പ്രാർത്ഥനയും സ്തുതിഗീതങ്ങളും ഒക്കെ ആലപിച്ച് ഉള്ള പേഷ്യൻസിനെ പെട്ടെന്ന് അവർക്ക് രോഗത്തിൽ നിന്നും വിടുതൽ ഉണ്ടാകുന്നതായും, എന്നാൽ അങ്ങനെ അല്ലാത്തവർക്ക് വളരെ എന്താണ് സമയമെടുത്ത് അല്ലെങ്കിൽ കൂടുതൽ കാലതാമസത്തോടെ മാത്രം സൗഖ്യമായതൊക്കെ ഒരുപാട് റിസർച്ചുകൾ എന്താണ് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. സോ സംഗീതത്തിന്റെ സ്വാധീനം വളരെ ശക്തമാണ്. ദാവീദിന്റെ കിന്നരമായനെ നമുക്കറിയാം അല്ലെ. ശൗലിന് ദുരാത്മാവ് വന്ന് ശൗലിനെ പീഡിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും? ആ ദാവീദ് വന്ന് കിന്നരം വായിക്കുമ്പോൾ അവന് ആശ്വാസം വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഈ മ്യൂസിക്കിന് വളരെയധികം പ്രകടമായ ഒരു ശക്തി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേസമയം എന്തിനായിട്ടാണ് നമുക്ക് ഈ മ്യൂസിക് ഒക്കെ നമ്മൾ വായിക്കുന്നതെന്ന് പറഞ്ഞാൽ വചനത്തിന്റെ ഇവിടെ പറയുന്നുണ്ട് അല്ലെ, 16 നമ്മൾ വായിക്കുമ്പോൾ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും. അപ്പൊ ഗീതങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ദൈവത്തിന്റെ വചനം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട്. നമുക്കറിയാം സ്ക്രിപ്ചർ സോങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഏകദേശം സിക്കിം എന്ന ദേശത്ത് പോയതിനു ശേഷം ഞാൻ ഒരുപാട് സ്ക്രിപ്ചർ സോങ്സ് പഠിച്ചു. ഞങ്ങൾ എപ്പോഴും ആ പാട്ടുകൾ പാടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. കാരണം ആ വചനം നമ്മൾ കാണാതെ പഠിച്ചു കഴിഞ്ഞു പാട്ട് പാടി കഴിയുമ്പോൾ. പക്ഷെ ആ ഓരോ വചനവും പാട്ടിലൂടെ നമ്മുടെ ഹൃദയത്തിൽ അത് സ്ഥാപിക്കുവാൻ അത് നമ്മളെ സഹായിക്കും. ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായ സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. എങ്ങനെ? പാട്ട് അല്ലെങ്കിൽ സ്തുതി ഗീതങ്ങളിലൂടെ ദൈവത്തിന്റെ വചനം നമ്മളുടെ ഹൃദയങ്ങൾ. ഞാൻ വളരെയധികം ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ ആ പാട്ടുകളൊക്കെ ഒന്ന് പാടി യൂട്യൂബിൽ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ദൈവം സഹായിക്കുവാണെങ്കിൽ നമുക്ക് അതൊക്കെ ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ. അതൊക്കെ ഇംഗ്ലീഷിലാണ്. മലയാളത്തിലാക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അതിനായിട്ട് സഹായിക്കാവുന്നതാണ്. സോ എന്ത് തന്നെ നമ്മൾ ചെയ്താലും, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തര പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള ജനത്തോട് നമുക്ക് ഇടപെടാം. നമ്മുടെ ഹൃദയങ്ങളിൽ വലിയൊരു പരിച്ഛേദന ഉണ്ടാകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നാണ് ഇവിടെ നമുക്ക് പാഠത്തില് പറയുന്നത്. എല്ലാം കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്യുക എന്ന് ഇവിടെ നമ്മളോട് പറയുകയാണ്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ മ്യൂസിക് ചിലപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ഫലങ്ങളും ഉണ്ടാക്കാറുണ്ട്. ചില സമയങ്ങളിൽ വളരെയധികം മ്യൂസിക് അധികമാകുമ്പോൾ ആ സംഗീതത്തിൽ അല്ലെങ്കിൽ ആ പാട്ടിൽ പറഞ്ഞിരിക്കുന്ന വരികൾ നമുക്ക് ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന സന്ദേശം ഉൾക്കൊള്ളാനോ ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കാനോ സാധിക്കാത്ത വിധം നമ്മൾ അങ്ങനെയുള്ള ശബ്ദ കോലാഹലങ്ങൾ കൊണ്ട് ആരാധിക്കുന്നത് നമുക്ക് ശരിക്കും തെറ്റായ കാര്യമാണെന്നും നമ്മളെ പാഠം പഠിപ്പിക്കുന്നുണ്ട്. സോ നമ്മൾ ചെയ്യുന്ന ആരാധനകളിൽ മ്യൂസിക് വളരെയധികം, അതായത് മ്യൂസിക്കിനേക്കാളും പാട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ പാട്ടും ആ പാട്ടിന്റെ വരികളും ഉയർന്നു കേൾക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുകൊണ്ട് വചനം ബുദ്ധിയോടെ വളരെ ഐശ്വര്യത്തോടെ മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് നമ്മുടെ ഈ സ്തുതി ഗീതങ്ങളൊക്കെ നമ്മളെ സഹായിക്കുമാറാകട്ടെ. പാഠം ഇവിടെ അവസാനിക്കുകയാണ്. വെള്ളിയാഴ്ചത്തെ ഭാഗത്ത് നമുക്ക് കടന്നു വരുമ്പോൾ ഇവിടെ ദാറ്റ് ഐ മേ നോ ഹിം എന്ന പുസ്തകത്തിൽ നിന്ന് മിസ്സസ് വൈറ്റ് പറയുന്ന ഒരു കൊട്ടേഷൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ദയയും ആർദ്രതയും സഹാനുഭൂതിയും നിറഞ്ഞ ഒരു ഹൃദയം വളർത്തിയെടുക്കുക. ഈ ഗുണങ്ങളെ ഒരിക്കലും ബലഹീനത എന്ന് വിളിക്കരുത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ദയോടെ സൗമ്യതയോടെ ഇടപെട്ടാൽ അത് ബലഹീനതയാണ് എന്ന് കരുതരുത്. അത് ബലവാന്റെ അടയാളമാണ്. കാരണം അവ ക്രിസ്തുവിന്റെ ഗുണങ്ങളാണ്. അത് നമ്മൾ ബലഹീനനാണെന്ന് പറഞ്ഞാൽ ക്രിസ്തു ബലഹീനനാണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് ക്രിസ്തുവിന്റെ ഗുണങ്ങളാണ്. നിങ്ങളുടെ സ്വാധീനത്തെ കുറിച്ച് ജാഗ്രത പാലിക്കുക. അത് വളരെ ശുദ്ധവും സുഗന്ധമുള്ളതുമായ ഒരു സ്വഭാവമായിരിക്കട്ടെ. അത് വളരെ സുഗന്ധമുള്ള ഒരു സ്വഭാവമായിരിക്കട്ടെ എന്നിവിടെ പറയുന്നു. അത് മറ്റുള്ളവരിൽ പുനർനിർമ്മിക്കപ്പെടുന്നതിൽ നിങ്ങൾ ഒരിക്കലും ലജ്ജിക്കില്ല. വെള്ള തുള്ളികൾ നദിയെ സൃഷ്ടിച്ചതുപോലെ ചെറിയ കാര്യങ്ങളാണ് ജീവിതത്തെ സൃഷ്ടിക്കുന്നത്. ജീവിതം ഒരു നദിയാണ്. സമാധാനപരവും ശാന്തവും ആസ്വാദ്യകരവുമാണ്. അല്ലെങ്കിൽ അത് എപ്പോഴും ചെളിയും അഴുക്കും വലിച്ചെറിയുന്ന ഒരു കലങ്ങിയ നദിയായി മാറും. ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ശിക്ഷണത്തിന് കീഴിൽ നിങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലൂടെ നിങ്ങൾ അങ്ങനെ കൂടുതൽ കൂടുതൽ ക്രിസ്തുവിനെ പോലെ വളരും. ക്രിസ്തുവിനോടൊപ്പം, ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവായി വളരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇവിടെ ചില ചോദ്യങ്ങൾ പറയുന്നുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന വാഗ്ദാനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്വന്തം അനുഭവം എന്താണ്?
ഈ അത്ഭുതകരമായ വാഗ്ദാനത്തിന്റെ മാറ്റം നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിച്ചു? നിങ്ങൾ ക്രിസ്തുവിനൊപ്പം ഉയർത്തെഴുന്നേറ്റു എന്ന ആശയവുമായി ആ വാഗ്ദാനത്തിന് എന്ത് ബന്ധമുണ്ട്? ഇതൊക്കെ നമ്മളോട് തന്നെ ചോദിക്കണം. തീർച്ചയായിട്ടും നമ്മുടെ ശബദത്തിൽ ഇതൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സ്വർഗീയ മനസ്സുള്ളവരായിരിക്കുക എന്നതിന്റെ അർത്ഥം എന്താണ്? എപ്പോഴും സ്വർഗത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് പാട്ടും പാടി ഇങ്ങനെ ഒരിടത്ത് അടങ്ങിയിരിക്കാനാണോ? അതോ ക്രിസ്തുവിനെ മറ്റുള്ളവരിൽ പ്രദർശിപ്പിക്കുന്ന മക്കളായിരുന്ന ആ പ്രതിച്ഛായയിൽ മൂടുപടം നീക്കി ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന മക്കളായിരിക്കാനാണോ? നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുവെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ വ്യക്തിഗത സ്വാധീനത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെങ്കിലും ഒരു സഭ എന്ന നിലയിൽ നമ്മുടെ സ്വാധീനത്തെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ പ്രാദേശിക സഭ നിങ്ങളുടെ പ്രാദേശിക സമൂഹത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു? കൊലോസ്യർ 3:11 പറയുന്ന പോലെ ക്രിസ്തുവിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഐക്യത്തെക്കുറിച്ച് ഇത് നമ്മോട് എന്താണ് പറയുന്നത്? നമ്മുടെ ദൈവമക്കൾ പരസ്പരം ക്ഷമിക്കുന്നവരായും പൊറുക്കുന്നവരായും അന്യോന്യം ആ സമ്പൂർണതയുടെ ആ ബന്ധമായ സ്നേഹത്തിൽ നിലനിൽപ്പാൻ, ഐക്യതയുടെ ആത്മാവ് നിങ്ങളിൽ എല്ലാവരിലും പരിവർത്തിക്കുവാൻ, കലഹത്തിന്റെ ആത്മാവല്ല സൗമ്യതയുടെ ആത്മാവ് തന്നെ ക്രിസ്തു എന്ന ആ തലയോളം വളരുവാൻ ദൈവം നമ്മളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പാഠഭാഗത്ത് ഇവിടെ അവസാനിക്കുകയാണ്. ക്രിസ്തുവിനോടൊപ്പം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ജീവിപ്പാൻ, ക്രിസ്തുവിൽ പൂർണ്ണരായി മാറുവാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അധിക വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങൾ സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, അപ്പൊ ഞങ്ങളുടെ ഇടയിൽ നിന്നും കർത്താവെ കലഹത്തിന്റെ ആത്മാക്കളെ മാറ്റണമേ. അപ്പ പിശാച് മാറി നിന്ന് കർത്താവെ ചിരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളെ ഓർത്ത് കരയുവാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. അന്യോന്യം ക്ഷമിപ്പാനും പൊറുപ്പാനും ഞങ്ങളെ അങ്ങ് പഠിപ്പിക്കണമേ. ഐക്യതയുടെ ആത്മാവ് ഞങ്ങളിൽ പകരണം. ഞങ്ങൾ വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിപ്പാൻ ഇടയാക്കണം. പരിപൂർണതയുടെ അസമ്പൂർണതയുടെ സ്നേഹം ഞങ്ങളിലൊക്കെയും പ്രതിഫലിക്കുവാൻ അങ്ങ് ഇടയാക്കി തീർക്കണമേ. ഞങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവാൻ അങ്ങ് പറഞ്ഞുവെങ്കിൽ ഞങ്ങളുടെ സ്വന്തം ജനത്തെ സ്നേഹിക്കുവാൻ ഞങ്ങൾ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടൊപ്പം അങ്ങ് കൂടെ ഇരുന്ന് വഴി നടത്തണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.